ഏത് സംസ്കാരമാകട്ടെ, ഏത് കാലഘട്ടമാകട്ടെ, കാലാകാലങ്ങളായി പ്രായഭേദമന്യേ എല്ലാ തലമുറകളും അംഗീകരിക്കപ്പെട്ട ഒന്നാണ് മുത്ത്. മുത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം സർ. നമസ്കാരം. നമസ്കാരം. നമസ്തേ. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ മുത്തിനെക്കുറിച്ച് നമ്മൾ പേൾസിനെക്കുറിച്ച് നമ്മൾ എപ്പിസോഡുകളിലൊക്കെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പേള് ഒരു സൗന്ദര്യവർദ്ധന രൂപത്തിലും ഉപയോഗിക്കുന്ന ഒരു രത്നമല്ലേ? പിന്നെ തീർച്ചയായിട്ടും ബ്യൂട്ടി ഓഫ് പേൾസ് നോട്ട് ഫെൽറ്റ് ബൈ ടച്ച് ബട്ട് ടച്ച് ബൈ ഹാർട്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. ബട്ട് ഫെൽറ്റ് ടച്ച് ബൈ ഹാർട്ട്, അതായത് മനസ്സുകൊണ്ട് തൊട്ടറിയുന്ന ഒരു സൗന്ദര്യം, അതെ, ഒരു വസ്തുവാണ് പേള്. സൗന്ദര്യം കൊണ്ടാണ് അത് അറിയുന്നത്. നോട്ട് ബൈ ടച്ച് ബട്ട് ഫെൽറ്റ് ബൈ ഹാർട്ട്, അതാണ്. അപ്പം അത്രയും നല്ല പ്രകൃതി അത് തന്നിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള എല്ലാ രത്നങ്ങൾക്കും ഈ ഒരു സവിശേഷത പറയാമെങ്കിലും മുത്തിനൊരു പ്രത്യേകത ഉണ്ട്. മുത്തിയത് ജലാശയങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. മുത്തുച്ചിപ്പികളിൽ നിന്നും അതുപോലെ തന്നെ പല കടൽ ജീവികളിൽ നിന്നും ആണിത് മുത്തുണ്ടാകുന്നത്. അത് ഒരു പുറന്തോടുള്ള ഏതൊരു കടൽ ജീവിക്കും ഉള്ളിലും ചിലപ്പോൾ ഒരു മുത്ത് കാണാം. നല്ല ഓയസ്റ്റർ അല്ലെങ്കിൽ നല്ല മുത്തുച്ചിപ്പിയിൽ ആണ് നല്ല മുത്തുകൾ ഉണ്ടാകുന്നത്. അത് പല ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും അല്ലേ? പല ഷേപ്പിലുള്ള മുത്തുകളുണ്ട്. അതായത് റൗണ്ട് പേൾസ് ഉണ്ട്, ബട്ടൺ ടൈപ്പ് പേൾസ് ഉണ്ട്. കാരണം ഈ ഓയസ്റ്ററിനകത്തുള്ള ആ സലീവ നാക്രിയാസ് എന്ന് പറയുന്ന ഒരു 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 പേളി സബ്സ്റ്റൻസ് ഉണ്ട് അതിനകത്ത്. അതാണ് മുത്തായിട്ട് നമുക്ക് ഷേപ്പ് വരുന്നത്. അതായത് നമുക്കൊരു ക്രീമി സബ്സ്റ്റൻസ് ആയിട്ട് തോന്നുമല്ലോ. ഒരു പേള് നമ്മൾ കയ്യിലെടുത്താൽ വളരെ മിനുസം തോന്നും. മനസ്സിലായല്ലേ? അപ്പോൾ അത് കാൽഷ്യം കാർബണേറ്റ് ആണ്, കാൽസൈറ്റ് ആണത് കൂടുതലും മുത്തിനകത്തുള്ളത്. കാൽഷ്യം ആണല്ലോ. ഇപ്പം നമ്മൾ ഈ കടൽ ജീവികളിൽ അത് കണ്ടമാനം അടങ്ങിയിട്ടുണ്ടല്ലോ. നമ്മൾക്ക് പ്രോൺസ് പോലുള്ളതുമൊക്കെ കാൽഷ്യത്തിൻ്റെ കക്ക അതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശരിക്കും ഈ മുത്തിൻ്റെ ഒരു സൗന്ദര്യവർദ്ധനവ് അല്ലെങ്കിൽ ധരിക്കുന്ന ആളിലൊരു സൗന്ദര്യം ഉണ്ടാക്കുന്ന ഇതിൻ്റെ ലസ്റ്ററാണ്. ഇതിനുണ്ടാകുന്ന ആ തിളക്കം ഭയങ്കര ഒരു തിളങ്ങി നിൽക്കുന്ന ഒരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് മുത്തിന് എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഹൈഡ്രോളൈസ്ഡ് കോൺഷിയോളിൻ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് പ്രോട്ടീന് ഈ മുത്തിൻ്റെ ഈ ചിപ്പിയുടെ അകത്ത് അടങ്ങിയിട്ടുണ്ടത്. അതൊരു പ്രോട്ടീനാണ്, അത് നാച്ചുറൽ പ്രോട്ടീനാണ്. അത് നമ്മൾ കോസ്മെറ്റിക്സിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടത്. ഓക്കെ. അതുള്ളത് കൊണ്ടാണ് അത് നമുക്ക് ഡീഹൈഡ്രേഷൻ തടയും, അല്ല ഹൈഡ്രേഷൻ കൂട്ടും, ജലാംശം കൂട്ടും, ശരീരത്തിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കും. അതാണ് ആ പ്രോട്ടീൻ്റെ ഒരു സവിശേഷത. ആ രീതിയിൽ നമ്മുടെ സ്കിന്നിനെയൊക്കെ ഇതൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് പിന്നെ കൊണ്ടുപോകും അല്ലേ? ഹൈഡ്രോളൈസ്ഡ് ആണ് കോൺഷിയോളിൻ പ്രോട്ടീൻ. അത് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഘടകം. അപ്പോൾ ഇതിൻ്റെ അത് നമ്മളിപ്പോൾ കോസ്മെറ്റിക് ഇപ്പം US നിന്നൊക്കെ ഉള്ള പല പല നമ്മുടെ ഈ സൗന്ദര്യ കോസ്മെറ്റിക്സ് ഉണ്ട്. അതിനകത്തെല്ലാം ഇത് വരുന്നുണ്ട്. റിങ്കിൾസ് കളയും ഇത് എന്നാണ് പറയുന്നത് ജനറലി അതിൻ്റെ. അപ്പോൾ അത് സൗന്ദര്യം തരുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് അണിഞ്ഞു കഴിഞ്ഞാൽ അതിന് നിറവ്യത്യാസമൊന്നുമില്ല. ഏത് കളറിലുള്ള ആൾക്കാർക്കും പേൾ ഇണങ്ങും. പേളിൻ്റെ ഒരു ഗുണം അത് തന്നെയാണ്. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പം എയർ ഹോസ്റ്റസ്മാർ മിക്കവാറും ഒരൊറ്റ പേളാണ് അവർ യൂസ് ചെയ്യുന്നത്. മറ്റൊരുപാട് ഓർണമെൻറ്റ്സ് ഒന്നും അവർക്ക് പറ്റത്തുമില്ലായിരിക്കാം. എന്നാൽ അത് ഇട്ടിരിക്കുന്നത് പേൾസ്. അത് ഒറ്റ നല്ലൊരു ബട്ടൺസ് ടൈപ്പ് പേൾസ്. അത് ബട്ടൺ പേൾ എന്ന് പറയാം. പേളിങ്ങനെ ഫുള്ള് ഡ്രില്ല് ചെയ്യുന്നില്ല, അടിവശം മാത്രം ഡ്രില്ല് ചെയ്തിട്ട് ചെറിയ
സ്റ്റഡായിട്ട് പിടിപ്പിച്ചിരിക്കുന്ന. യൂസ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഷേപ്പുകൾ വന്നാൽ റൈസ് പേളുണ്ട്, റൈസിന്റെ ഷേപ്പിലുള്ളതുണ്ട്, ചെറിയ സൈസിൽ. അത് തന്നെ അത് ഓവൽ ഷേപ്പിലുണ്ട്, റൗണ്ട് ഷേപ്പിലുണ്ട്, പല ടൈപ്പിൽ പേൾസ് അവൈലബിൾ ആണ്. ഓക്കെ. എനിക്ക് നമ്മളത് സ്ട്രിങ്സ് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ നെക്ലേസ് പോലെയൊക്കെ നമ്മൾ സ്ട്രിങ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. വെറുതെ ത്രെഡിനകത്തും നമ്മൾ സ്ട്രിങ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട്. പേള് കടയിലൊക്കെ വന്നിട്ട് പേള് മാല സ്ട്രിങ് ചെയ്തിരിക്കുന്ന പേളുമാലകളും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നവരെക്കാൾ ഉത്തരവാദിത്വം വാങ്ങിച്ചുകൊണ്ട് പോയി ധരിക്കുന്നവർക്കാണ് ഈ പേളിലൊരു ഉത്തരവാദിത്വം ഉള്ളത്. മനസ്സിലായില്ലേ? മറ്റ് കല്ല് വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും ഒരു ഷോപ്പ് ആർക്ക് ഇത് ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ട് ഇത് കെട്ടി കൊടുക്കാം. പിന്നീട് ഉപയോഗിക്കുന്നവരിലാണത് ഉള്ളത്. കാരണം വെച്ചാൽ ഈ ത്രെഡിൽ കൊണ്ടുപോകുന്നത് ഈ ബാക്ക് സൈഡിൽ, അതായത് കഴുത്തിൽ ഇപ്പം സ്ത്രീകൾ ധരിക്കുമ്പോൾ ഈ ബാക്ക് സൈഡിൽ ഇതിങ്ങനെ കിടക്കും, ടച്ച് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ആ സൈഡിലൊക്കെ ഉള്ള വേർപ്പ് കൊണ്ടിട്ട് ഈ ആസിഡ് കണ്ടന്റും അതുപോലെ തന്നെ ഡിറ്റർജൻസും ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൻ്റെ തിളക്കം അങ്ങ് പോവുക, മങ്ങും. ആ ഒരു നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള ആ ഒരു ഭംഗി ചിലപ്പം കുറയും. ഈ ഭാഗം കുറയും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും മാലയുടെ തിളക്കം അങ്ങ് കുറയും. കുറയും. തന്നെയല്ല ഇത് തേയ്മാനം സംഭവിക്കുമല്ലോ. അപ്പം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. അതിപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ട് കിടക്കുകയും പിന്നെ അങ്ങനെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം അത്ര റെഗുലർ യൂസിന് ഈ പേൾസ് സാധാരണ പറ്റത്തില്ല. പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ പറ്റും, ഭംഗി കുറയും. അപ്പം നമ്മൾ ഈ പേള് കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട്. നമ്മൾ മുത്തുകളെ കുറിച്ചാണ് പറഞ്ഞത്. അത് കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയുകയുണ്ടായി. അതായത് ഇപ്പം മാലയൊക്കെയായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഉപയോഗത്തിൽ അതിൻ്റെ ആ ഒരു തിളക്കം അത് കുറഞ്ഞു വരുന്നതായിട്ട്. നമ്മൾ സ്ട്രിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സ്ട്രിങ് ചേഞ്ച് ചെയ്യണം. ഒക്കേഷണലി അതൊന്ന് മാറ്റി സ്ട്രിങ് ചേഞ്ച് ചെയ്യണം. അത് ചേഞ്ച് ചെയ്യുമ്പോഴത്തോളം ഗുണമെന്ന് വെച്ചാൽ ഇത് മുഷിഞ്ഞ സ്ട്രിങ്ങുകൾ ഈ കല്ലിൻ്റെ തിളക്കത്തെ ബാധിക്കും, അല്ലെ ലെസ്റ്ററിനെ അതും ബാധിക്കും. ഒരു ഓൾഡ് ലുക്ക് വരും, അപ്പിയറൻസിൽ അത് ഗുണം കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഈ പൊടിപടലങ്ങളൊക്കെ പെട്ടെന്ന് കയറി പിടിക്കും. സോറി, അതൊക്കെ നമുക്ക് ചെറുതായിട്ട് വാഷ് ചെയ്യാം. വെള്ളം കൊണ്ട് തുണി കൊണ്ടുമൊക്കെ ഉപ്പി വാഷ് ചെയ്ത് ക്ലീൻ ആക്കാം. പിന്നെ നമ്മൾ മൂടിക്കെട്ടി അടച്ച് ഇത് വെക്കരുത്. മൂടിക്കെട്ടി അടച്ച് വെച്ചാൽ പേള് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വന്ന് ചെയ്യും. കാരണം ഈ കമ്പിളി പോലത്തെ ഇതിനകത്തൊക്കെ നമ്മൾ പൊതിഞ്ഞ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ കമ്പിളിയൊക്കെ ചൂടാണല്ലോ, ചൂട് കൊണ്ട് ഇത് ശരിക്കും ഡീഹൈഡ്രേഷനാണ് ഈ സ്റ്റോണിന് പെട്ടെന്ന്. കാരണം ഇത് വാട്ടർ എലമെൻ്റ് ആണ്, കടലിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള രത്നമാണ്, സോഫ്റ്റായിട്ടുള്ളതാണ്. മുത്തുകൾ എപ്പോഴും മുത്തും പവിഴവും വളരെ സോഫ്റ്റാണ്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നിടത്താണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ആ ഈ ഡീഹൈഡ്രേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പേൾസിനുണ്ടാകുന്ന തിളക്കവും ആ ലെസ്റ്ററൊക്കെ ചിലപ്പം പെട്ടെന്ന് പോയി. അത് തന്നെ. അപ്പം നമ്മളത് ഉപയോഗിക്കുമ്പം വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇനി ഉപയോഗിക്കാതെ നമ്മളത് മാറ്റി വെക്കുകയാണെങ്കിൽ പോലും ഈ പറഞ്ഞ രീതിയിൽ വളരെ സൂക്ഷിച്ചു വേണം നമ്മളതിനെ. മറ്റ് ഓർണമെന്റ്സിന്റെ കൂടെ വെച്ചാലും അതിനകത്ത് പെട്ടെന്ന് പാട് വീഴും. അതുപോലെ പേള് കെട്ടുമ്പോൾ സ്ട്രിങ് ചെയ്യുമ്പോഴും ഒരുമിച്ച് ക്ലോസ് ആയിട്ട് കെട്ടിയാലും അത് തമ്മിൽ ഉരഞ്ഞിട്ട് ഈ ഒരു അതിന് കേടുപാടുകൾ സംഭവിക്കും. പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കുന്നതാണ് ഡൾനെസ് തോന്നും നമ്മൾ സൂക്ഷിച്ച് ഇല്ലെങ്കിൽ പേൾ എപ്പോഴും നല്ല. അതുപോലെ തന്നെ പെർഫ്യൂംസ് വളരെ പെർഫ്യൂംസ് നേരിട്ട് അതിനകത്ത് സ്പ്രേ ഒക്കെ അടിച്ച് ബോഡി സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ അബ്സോർബ് ചെയ്യും. അത് ഈ പേൾസിന് ചിലപ്പോൾ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ സ്ത്രീകളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ മേക്കപ്പുകളും കഴിഞ്ഞ് പോകാൻ നേരം ആകുമ്പോഴത്തേക്ക് പേൾ മാല എടുത്ത് ധരിക്കുക. അങ്ങനെയാണെങ്കിൽ ലൈഫ് കിട്ടും. ഒരു 100 കൊല്ലം വരെയും വേണം ലൈഫ് കിട്ടും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ. അതേസമയം വളരെ ടഫായിട്ട് ഉപയോഗിക്കുന്നു, വേർപ്പൊക്കെ പറ്റി ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഇപ്പോഴത്തെ ചൂടുമൊക്കെ അല്ല, ചൂടും എല്ലാം കഴിഞ്ഞ് അവിടെ വന്നിട്ട് അങ്ങനെ തന്നെ പേളെടുത്ത് അഴിച്ചു വെച്ചു. അപ്പോൾ അതിലെല്ലാം ഈ വേർപ്പ് അബ്സോർവ് ചെയ്ത് അതിന് തേയ്മാനം സംഭവിക്കും, പെട്ടെന്ന് തേയ്മാനം സംഭവിക്കുകയും ചെയ്യും. അതാണ് പേള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് നമ്മൾ ഉപയോഗത്തിലാണെങ്കിലും അല്ലാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോഴാണെങ്കിലും കാര്യങ്ങൾ. പിന്നെ വേൾഡ് വൈഡായിട്ട് ഏറ്റവും അധികം ആൾക്കാർ
ഉപയോഗിക്കുന്നതും ഈ പേൾസാണ്. ഇപ്പം നമ്മളൊക്കെ ഏത് എക്സിബിഷനിൽ ചെന്നാലും പേൾസ്, ഒരു കണ്ടമാനം പേൾസിന്റെ സപ്ലയേഴ്സിനെ കാണാം. മനസ്സിലായില്ലേ? പിന്നെ ഇതിനകത്ത് ഷേപ്പ്ലെസ് ആയിട്ടുള്ള പേൾസ് ഉണ്ട്, ബൊറാക്ക് ഷേപ്പിലുള്ള പേൾസ് ഉണ്ട്, റൗണ്ട് ഷേപ്പിലുള്ള പേൾസ് ഉണ്ട്, റൈസ് പേൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നീളത്തിൽ വഹിക്കുന്നുണ്ട്, കൾച്ചേർഡ് പേൾസ് ഉണ്ട്, കൾച്ചർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന പേൾസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലും കാര്യങ്ങളിലൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് ഈ നാക്രിയാസ് എന്ന് പറയുന്ന കണ്ടന്റ് എത്രമാത്രം തിക്നെസ്സിലുണ്ടോ അതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിശ്ചയിക്കുന്ന കാര്യം. പിന്നെ ഈ ഓയസ്റ്റേഴ്സ് തന്നെ പല ടൈപ്പ് ഓയസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ നല്ല ഓയസ്റ്ററിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിട്ടായിരിക്കും പേളിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കാൻ പറ്റുക. എനിക്ക് തോന്നുന്നു പല ഇപ്പം സാർ പറഞ്ഞ പോലെ പല രാജ്യങ്ങളും അവരുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഇതിനെ ഉൾപ്പെടുത്താറുണ്ടല്ലേ? പിന്നെ സംശയമില്ലാത്ത കാര്യം, നമുക്ക് അറബ് രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അത് തലയിലൊക്കെ ചില ഡെക്കറേറ്റീവായുള്ള സാധനങ്ങൾ ഫംഗ്ഷനിലൊക്കെ വെക്കുമ്പോൾ പേൾസ് കാണും, അവരുടെ ഡ്രസ്സുകളിൽ കാണും. ഇപ്പം നാട്ടിലൊക്കെ വരുന്ന ചില സാരികളിലൊക്കെ ചെറിയ ചെറിയ പേൾസ് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ ചിലപ്പം സിന്തറ്റിക് പേൾസ് ആയിരിക്കാം, പേൾ ലുക്കായിരിക്കും അതിന്. സിന്തറ്റിക് പേൾസ് ശരിക്കും ഗ്ലാസും വാക്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, ഹാൻഡ്മെയ്ഡായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതൊക്കെ വെറും നിസ്സാര വിലയ്ക്ക് മാർക്കറ്റിൽ കിട്ടും. ഇപ്പം ഈ പേൾസ് പറഞ്ഞപ്പം ഒന്ന് നമുക്ക് ഈ കടലിൽ നിന്ന് ഈ ഓയിസ്റ്ററിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പേൾസ്, നാച്ചുറലായിട്ട് കിട്ടുന്ന പേൾസ് ഉണ്ട്. പിന്നെ നമ്മൾ കൾച്ചർ ചെയ്ത് നമ്മൾ വളർത്തിയെടുക്കുന്ന എന്ന് പറഞ്ഞ പോലെ ചെയ്തെടുക്കാം. ഹൈദരാബാദ് പേൾസ് ഒക്കെ മുഴുവൻ കൾച്ചേർഡ് പേൾസുകളാണ് വരുന്നത്. അത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ്ങിൽ നമുക്ക് കിട്ടും. പിന്നെ ഉള്ളതാണ് ഈ പറയുന്ന സിന്തറ്റിക് ആയിട്ട് വരുന്ന പേൾസ്. അപ്പോൾ പേൾസിന് തന്നെ കുറെ കാറ്റഗറി ഇഷ്ടംപോലെ ഉണ്ട്. റോസ് പേൾസ് ഉണ്ട്, ബ്ലാക്ക് പേൾസ് ഉണ്ട്. അത് എനിക്ക് ബ്ലാക്ക് പേൾസ് ഒക്കെ വരുന്നത് ഓയസ്റ്റർ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. വെച്ചാൽ കൃത്യമായിട്ട് പേള് എങ്ങനെ ഈ ഒരു പേൾ എങ്ങനെ ഉണ്ടായെന്ന് പെട്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പലതരത്തിൽ കടലിൽ നടക്കുന്ന ഒരു പ്രതിഭാസം ഇത്, മനസ്സിലല്ലേ? പിന്നെ ബ്ലാക്ക് ടൈപ്പ് ഉണ്ട്, അതായത് ബ്ലാക്ക് ലിപ്ഡ് ഓയസ്റ്റർ എന്നാണ് പറയുന്നത്. അതിൻ്റെ ലിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ചുണ്ട്, അതിനകത്തുനിന്ന് ബ്ലാക്ക് ആയിട്ടുള്ള ഈ സലൈവ വന്നിട്ട് വരുന്ന ബ്ലാക്ക് പേൾസ് ഉണ്ട്. ബ്ലാക്ക് പേൾസ് ഒക്കെ വളരെ റെയറുമാണ്. എനിക്കത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ബ്ലാക്ക് പേൾസ് അന്വേഷിച്ച് വരുന്ന ആൾക്കാരുണ്ട്, മനസ്സിലല്ലേ? അപ്പം ഏത് തരത്തിൽ വേണേലും നമുക്ക് കിട്ടും. അവൈലബിൾ ആണ്, തണുപ്പാണ്. പിന്നെ ഇതിനെ ഒരു ബ്യൂട്ടി തരുന്ന എന്താണ്, എപ്പോഴും നമുക്ക് ഒരാൾക്ക് ഒരു സൗന്ദര്യം നൽകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന സൗന്ദര്യം മാത്രമല്ല സൗന്ദര്യം, ആ മുഖത്തുള്ള സൗന്ദര്യവും ചൈതന്യവും അയാളുടെ മനസ്സിൻ്റെ സന്തോഷം, മനസ്സിൻ്റെ കാരകത്വം വരുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ്റെ രത്നമാണ് മുത്ത്. അപ്പോൾ നോക്കി ആ കണക്ഷൻ നോക്കണം. അപ്പോൾ പേളും മുത്തുമൊക്കെ അനുയോജ്യമായിട്ടുള്ള ആൾക്കാർ അത് ധരിക്കുമ്പോഴും അവർക്ക് മനസ്സിന് സന്തോഷം കിട്ടും, അവരുടെ മുഖത്ത് ചൈതന്യം ഉണ്ടാവും, നല്ല ഉറക്കം ഉണ്ടാവും, ആ രീതിയിലുള്ള ഗുണങ്ങളും അവർക്ക് കിട്ടും. ഓവർ ആൻസൈറ്റി, എപ്പോഴും ആൻസൈറ്റി, എന്ത് കാര്യത്തിനകത്ത് വരാൻ പോകുന്നതും വന്നതും കഴിഞ്ഞു പോയതും ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ മനസ്സിൻ്റെ പ്രതിഭാസം. ഞാനെപ്പോഴും പറയും, ഒരാളുടെ ബർത്ത് ചാർട്ടിൽ ചന്ദ്രൻ്റെ പൊസിഷൻ നോക്കിയാൽ പറയാൻ പറ്റും ഇയാൾ ഹാപ്പിയാണോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് മുത്തിൻ്റെ വിശേഷങ്ങൾ, പേൾസിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇത് നമ്മളൊരു സൗന്ദര്യവർദ്ധന വസ്തു എന്ന രീതിയിൽ നമ്മളിതിനെ ഉപയോഗിക്കുന്നുണ്ട്. അത് തന്നെയല്ല, നമ്മളൊരു അസ്ട്രോളജിക്കൽ അല്ലെങ്കിൽ നമ്മളൊരു ബർത്ത് ചാർട്ടൊക്കെ നോക്കി നമ്മുടെ ബർത്ത് സ്റ്റോൺ ആണോ, നമ്മുടെ ലക്കി സ്റ്റോൺ ആണോ എന്ന രീതിയിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ മുത്തുകൾ, പേൾസ് എത്രത്തോളം മാച്ചിങ് ആവുന്നു അല്ലെങ്കിൽ അവർക്ക് സൂട്ടബിൾ ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? ചന്ദ്രരത്നം ഒരാൾക്ക് അനുയോജ്യമാണോ, അതല്ലേ ചോദിച്ചത്? അതാണ് ചോദിച്ചത്. അപ്പോൾ അത് ഒരാളുടെ ഗ്രഹനിലയെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ചന്ദ്രൻ്റെ പൊസിഷന്, ധരിക്കുന്ന ആളുടെ ഏജ്, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു 60+ ആൾക്കാർക്ക് ചന്ദ്രരത്നം അനുയോജ്യമാണെന്ന് കരുതുക. പക്ഷേ നമുക്ക് ഒരു 60 വയസ്സ്, 62, 65 വയസ്സൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചില വാദസംബന്ധമായ അസുഖങ്ങൾ, റെസിസ്റ്റൻസ് പവർ കുറഞ്ഞു. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്
ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, എപ്പോഴും വിട്ടുമാറാത്ത ചുമ ഉണ്ടല്ലോ. അതെ. അതുപോലെ ഫിറ്റ്നസ് നോക്കുന്ന ആൾക്കാർക്ക് അത് ഉണ്ടാകണമെന്നല്ല, ഞാൻ ജനറലാണ് പറയുന്നത്. ഒരു 60 വയസ്സ് 60 വയസ്സാകുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളും ഇങ്ങനെയുള്ളവർക്ക് മുത്ത് അനുയോജ്യമാണെങ്കിൽ പോലും മുത്ത് കൊടുക്കാൻ കൊള്ളത്തില്ല. കാരണം വെച്ചാൽ തണുപ്പ് പെട്ടെന്ന് ഇവരുടെ ബോഡിയിലേക്ക് ഇത് അബ്സോർബ് ചെയ്യും. ഇപ്പം നമുക്ക് ചാർട്ട് കാണുമ്പോൾ അറിയാം ഈ വ്യക്തിക്ക് ഇപ്പം ഐസ് ഇട്ടൊരു നാരങ്ങ വെള്ളം കുടിച്ചാൽ പോലും ജലദോഷവും കഫക്കെട്ടും വരും, പെട്ടെന്ന് തൊണ്ട അടയ്ക്കുന്ന ആളാവണം. നമ്മൾ ചോദിച്ചത് ആ പ്ലാനറ്ററി പൊസിഷൻ നോക്കിയാൽ, അതായത് നമ്മൾ മൂണൊക്കെ വളരെ ഡെബിലിറ്റേഷൻ സംഭവിച്ചും 6th ഹൗസിലും 8th ഹൗസിലും ഒക്കെ പോയി ചന്ദ്രൻ നിന്നാൽ ഈ പ്രശ്നമുണ്ട്. രാത്രി കാലങ്ങളിൽ ഇങ്ങനെയുള്ളവർ കുളി ഒഴിവാക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും. ഒരു 3 മണിക്ക് ശേഷം നിങ്ങൾ കുളിക്കരുത്, ബോഡി വാഷ് ചെയ്യരുത്. തണുത്ത സാധനങ്ങൾ കഴിച്ചാൽ പ്രോബ്ലം ഉണ്ടാകുന്നവർക്ക് ഒരു കാരണവശാലും മുത്ത് കൊടുത്താൽ അവർക്ക് വീണ്ടും ഒരു ഇതിലേക്ക് വരും. സൈനസും റണ്ണിങ് നോസൊക്കെ അപ്പം തുടങ്ങും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്നാൽ ചന്ദ്രന് ബലം കിട്ടുകയും വേണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചന്ദ്രകാന്തം എന്ന് പറയുന്ന ഭൂമിക്കടിയിൽ നിന്നും മൈൻ ചെയ്തെടുക്കുന്ന മറ്റൊരു രത്നമാണ്. അതും ചന്ദ്രനാണ്. എൻ്റെ പേര് തന്നെ ചന്ദ്രകാന്തം എന്നാണല്ലോ. ചന്ദ്രകാന്തത്തിന് ആവക ദൂഷ്യങ്ങൾ വരില്ല. അപ്പോൾ നമ്മൾ കുട്ടികൾ, ഇപ്പോൾ ജനിച്ച കുട്ടികൾക്ക് ജനിച്ചതേ ഉള്ളൂ 10-28 ദിവസമായിട്ടുള്ളെങ്കിൽ പോലും കല്ല് ധരിക്കുക. അതിൽ പ്രധാനമായിട്ട് അന്നേരം നോക്കുന്ന കല്ല് ഈ കുട്ടിക്ക് ചന്ദ്രകാന്തം. അപ്പോൾ അവർക്ക് അന്ന് ചന്ദ്രബലം അവർക്ക് വേണ്ടത്. ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ ചന്ദ്രബലമാണ്, ചന്ദ്രനും സൂര്യനുമാണ് ഇതിനകത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. കുട്ടികളെ ഏഞ്ചൽസ് ഹാൻഡിലാന്നാണ് പറയുന്നത് ആ സമയത്ത്. അതുകൊണ്ട് അവരുടെ ചാർട്ടോ ജാതകമോ ഒന്നും നോക്കരുതെന്ന് പറയും. എങ്കിൽ പോലും നമുക്ക് ഒരു സ്റ്റോൺ കൊടുക്കണമെങ്കിൽ നമ്മൾ റഫായിട്ടൊന്ന് നോക്കിയാൽ ആ ചന്ദ്രനെ ഒന്നുകൂടെ ബലപ്പെടുത്തേണ്ടതായുള്ള കാര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ കറുത്ത വാവിനൊക്കെ ജനിച്ച കുട്ടികളാണ്, അവർക്ക് എപ്പോഴും ചെസ്റ്റ് ഇൻഫെക്ഷനും ഏത് സമയത്തും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, തിരിച്ചു കൊണ്ട് ഇത് തന്നെയായിരിക്കും പേരൻസിൻ്റെ പരിപാടി. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചന്ദ്രകാന്തം കൊടുക്കാൻ പറ്റുമെങ്കിൽ ചന്ദ്രകാന്തം കൊടുക്കുക. ഒരു ഫസ്റ്റ് സ്റ്റോൺ എന്നുള്ള നിലയിലാണ് കൊടുക്കുന്നത്. അവിടെ പേൾസ് നമ്മൾ കൊടുക്കില്ല. പേൾസ് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതാ ഞാൻ പറയും, പേൾസിന് ഒരു ഏജ് ഉണ്ട്. ആ ഏജിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇപ്പോൾ പേള് മാച്ചിങ്, ഇപ്പോൾ ഒരു ടീനേജർ അവർക്ക് പേള് മാച്ചിങ് ആണെങ്കിൽ മുത്ത് തന്നെ നമ്മൾ കൊടുക്കും. ചന്ദ്രകാന്തം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. പിന്നെ ഇത് നമുക്ക് ഒരുപാട് അഗ്രസീവായിട്ടുള്ള ആൾക്കാർ, അഡമൻ്റ് ആയിട്ടുള്ള, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവരുടെയൊക്കെ ചാർട്ടുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് ചാർട്ടുകൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോയോണ്ടാണ് ഞാൻ ഈ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാറേ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എത്തുവാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഇങ്ങനൊരു പ്രശ്നം എനിക്കുണ്ടെന്ന് നമുക്ക് ചാർട്ട് ചെക്ക് ചെയ്താൽ ചൊവ്വയുടെ ഒക്കെ പൊസിഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ചന്ദ്രൻ്റെ കല്ല് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കുക. കാരണം ചന്ദ്രൻ കുറച്ച് കൂളിംഗ് എഫക്റ്റ് തരുന്നത്. ആ ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയുന്നില്ലേ, എന്ന് പറഞ്ഞ പോലെ നമുക്ക് വളരെ ഒരു സ്വാത്വീയമായ ഒരു ഗ്രഹം, മനസ്സിന് ശാന്തത, നൊസ്റ്റാൾജിക് ഫീലിങ്, അമ്മ, മനസ്സിലായല്ലേ, ഈവൻ കിച്ചൺ, ലാൻഡ്, പ്രോപ്പർട്ടി ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇതാണ്. നമ്മുടെ വീടും കുടുംബവും ഇങ്ങനെയുള്ള ഒരു ആളാണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ്റെ സ്റ്റോൺ കൊടുക്കുമ്പോൾ ബേസിക്കലി ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ചെറിയ ശാന്തത വരും. ആ വ്യക്തിനെ മൊത്തത്തിൽ ഒന്ന് കാം ഡൗൺ ചെയ്യും. കാം ഡൗൺ ചെയ്യും. അപ്പോൾ സൂര്യചന്ദ്രന്മാർ ബലവാന്മാരായിട്ട് ഒരു വ്യക്തിയുടെ ചാർട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം ലൈറ്റ് തരുന്ന, പ്രകാശം തരുന്ന 2 ഗ്രഹങ്ങളേ ഉള്ളൂ. ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനും. പകല് സൂര്യനും രാത്രി ചന്ദ്രനോ. ഇവർ ബ്രൈറ്റായിട്ട് ഒരാളുടെ ബർച്ചാട്ട് നിന്നാൽ ഒരു പകുതി പ്രശ്നങ്ങളവിടെ തീർന്നു. എന്തിന് സൊല്യൂഷനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. സൂര്യചന്ദ്രന്മാർ ഒരു ബേസ് കൊടുക്കുക. അപ്പോൾ ചിലർ വന്ന് ചോദിച്ചാൽ സാറേ നമ്മൾ മൂൺ സ്റ്റോൺ സജസ്റ്റ് ചെയ്തു, സാറേ യെല്ലോ സഫയർ വേണമെന്ന് പലരും പറഞ്ഞു, ഇടണമെന്ന് പറഞ്ഞു. യെല്ലോ സഫയർ ഇടാൻ നോക്കാം. ആദ്യം നമ്മൾ ഫസ്റ്റ് ഫ്ലോർ അല്ല ബേസ്മെൻറ്റ് ശരിയാക്കിയിട്ടാണല്ലോ മേളിലോട്ടുള്ള കെട്ടിടം പണിയത്. ഫസ്റ്റിലെ നിങ്ങൾക്ക് വേണ്ടത് ചന്ദ്രബലമാണ്. ആ ചന്ദ്രബലം കിട്ടാനായിട്ടാണ് നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ വാരിക്കോരി വരുന്നവർക്കെല്ലാം പേൾസ്, നമ്മുടെ കടയിലൊക്കെ വന്ന് പേൾസ് വാങ്ങുന്ന ലേഡീസിനോടൊക്കെ നമ്മളൊന്ന് പറയും, നിങ്ങൾക്ക് വല്ല ജലദോഷവും സൈനസും ഒക്കെ സ്ഥിരമായിട്ട് അല്ല പനിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെങ്കിൽ പേള് വാങ്ങുന്ന കുഴപ്പമില്ല, വല്ലപ്പോഴും ഇടാവുള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇല്ലെങ്കിൽ അതിന്റെ ഉപരത്നമായിട്ടുള്ള ഈ ചന്ദ്രകാന്തം മൂൺ സ്റ്റോൺ, അവർക്ക് ചന്ദ്രകാന്തം ബാൻഡുകളൊക്കെ കിട്ടും, കയ്യിൽ ധരിക്കാവുന്ന ബാൻഡുകൾ കാര്യങ്ങളൊക്കെ കിട്ടും.
ഓക്കെ. അപ്പോൾ ഈ ചന്ദ്രൻ്റെ രത്നമായ പേൾസ് ഉപയോഗിക്കുമ്പോഴും ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചില രത്നങ്ങൾ ആൾക്കാർ പോയി അങ്ങ് വാങ്ങും. എന്ന് വെച്ചാൽ പേള്, ഡയമണ്ട്സ് എവിടെ കണ്ടാലും ആൾക്കാർ വേണ്ടി. പക്ഷെ അതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള രത്നങ്ങളാണ്. അത് ചിലർക്ക് അനുയോജ്യമാകും, ചിലർക്ക് അനുയോജ്യമല്ല. അപ്പം നമുക്ക് അനുയോജ്യമാകുന്ന കാറ്റഗറിയിലാണോ നമ്മൾ പെടുന്നതെന്നാണ് നമ്മൾ ഈ ചാർട്ടിലൊന്ന് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ പേൾസ് ആണെങ്കിലും മൂൺ സ്റ്റോൺ ആണെങ്കിലും ഉപയോഗത്തിലേക്ക് പോകുമ്പം ഈ വക കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നതാണ് എപ്പോഴും നല്ലത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ മുത്തുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ സംസാരിക്കും. പറയാനുണ്ട്, പക്ഷെ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ രത്നശാസ്ത്രയുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നന്ദി, നമസ്കാരം.